ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും നോമ്പ് കാലഘട്ടത്തിലേക്ക് തിരുസഭാ മാതാവ് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും വിശുദ്ധമായ ഒരു നോമ്പ് കാലഘട്ടം ആശംസിക്കുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 4 കാര്യങ്ങളാണ്. 1. എന്താണ് നോമ്പ് കാലഘട്ടം? 2. എന്തുകൊണ്ട് നമ്മൾ നോമ്പെടുക്കണം? 3. എങ്ങനെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്? 4. എന്താണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്? 1. എന്താണ് നോമ്പ് കാലഘട്ടം? ആത്മീയതയുടെ വസന്ത കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൈസ്തവ ജീവിതത്തിൽ ഒരുവനെ കഴുകി വിശുദ്ധീകരിക്കാനുള്ള ദൈവിക ഇടപെടൽ നടക്കുന്ന കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ആരാധനാ ക്രമവത്സരത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മിലേക്ക് തന്നെ ഒരു യാത്ര നടത്തേണ്ട കാലഘട്ടമാണ്. കാരണം ക്രിസ്മസിന്റെ അന്ന് മുതൽ ഇന്ന് വരെ നമുക്കറിയാം, മെഗാ കരോൾ ഘോഷയാത്രയിലൂടെയും പിന്നെ പെരുന്നാളുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു. ഒരുപാട് ആഘോഷങ്ങൾ നടുവിലായിരുന്നു നമ്മൾ. ഇനി നമ്മൾ നമ്മിലേക്കും ഒരു യാത്ര നടത്തണം. നമ്മുടെ ഉള്ളിലേക്ക്, ദൈവത്തിലേക്ക്, സഹോദരങ്ങളിലേക്ക് യാത്ര നടത്തേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. 2. എന്തുകൊണ്ട് നമ്മൾ നോമ്പെടുക്കണം? വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുക. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ കാൽവരിയുടെ ബലി പൂർത്തിയായിട്ടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് അതിനാൽ തന്നെ പൂർണ്ണമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ പീഡകളുടെ യോഗ്യത നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്നതിലാണ് നമ്മൾ കുറവ് വരുത്തിയിരിക്കുന്നത്. ആ കുറവാണ് ഈ ഉപവാസത്തിലൂടെയും നോമ്പിലൂടെയും ത്യാഗത്തിലൂടെയും നമ്മൾ നികത്തേണ്ടത്, സ്വന്തമാക്കേണ്ടത് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ നല്ല ഈശോ പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈശോ നമ്മിൽ നിന്ന് ഈ ഉപവാസവും നോമ്പും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തന്നെ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, സ്വയം 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മളും നോമ്പും ഉപവാസവും ഒക്കെ എടുക്കാൻ കടപ്പെട്ടവരാണ് എന്ന് കാണിച്ചുകൊണ്ട്. 3. എങ്ങനെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്, മോശ ദൈവത്തോട് കൂടെ 40 ദിവസങ്ങൾ തമ്പുരാനോട് ചേർന്നിരുന്ന് ആ 40 ദിവസങ്ങൾക്ക് ശേഷം മരുഭൂമിയിൽ നിന്ന് മോശ താഴ്വരയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നതിന് ശേഷം മോശയെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, മോശയുടെ മുഖം തേജോമയമായി, അവൻ്റെ മുഖം പ്രകാശപൂരിതമായി എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്നിരുന്നവൻ്റെ മുഖം തേജോമയമാകും, പ്രകാശപൂരിതമാകും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള മാർഗങ്ങൾ? ഈ മോശയെ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവാനുഭവം സ്വന്തമാക്കാനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ദൈവാനുഭവം സ്വന്തമാക്കുക? വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, ബൈബിൾ വായനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, ആത്മശോധനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെ ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ദൈവാനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരുപാട് പേര്, കുട്ടികളടക്കം ഒരുപാട് പേര് വിശുദ്ധ കുർബാനയ്ക്ക് 50 ദിവസം മുടങ്ങാതെ വരുന്നവരുണ്ട്. കുമ്പസാരി ചൊരുങ്ങി കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഒപ്പം ഇത് ദൈവത്തെ കേൾക്കാനുള്ളൊരു സമയമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈശോയോട് പറയാനുണ്ടാവും. നമ്മൾ ഇത്ര നാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ദൈവത്തെ കുറച്ചും കൂടി നിശബ്ദതയിൽ നമ്മൾ കേൾക്കാനുള്ള കാലഘട്ടമാണ്. ദൈവത്തിന് നമ്മോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ, അതൊന്ന് കേൾക്കാൻ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ അതൊക്കെ ഒന്ന് കേട്ട് അത് മനസ്സിലാക്കി ആത്മശോധന ചെയ്ത് അനുതാപത്തിലേക്ക് വരാൻ നമുക്ക് ശ്രമിക്കാം.
അങ്ങനെ ഈ നോമ്പുകാലം ഏറ്റവും വിശുദ്ധമായിട്ട് നമുക്ക് ആചരിക്കാം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, നമ്മളൊക്കെ ചെയ്യാറുള്ളത് എങ്ങനെയാണ്, നമ്മൾ ഇറച്ചി, മീൻ, മുട്ടയ്ക്ക് നമ്മൾ നോമ്പെടുക്കാറുണ്ട്. ഇതിനേക്കാളൊന്ന് അധികമായിട്ട് നമ്മൾ എന്താണ് നമുക്ക് നോമ്പെടുക്കേണ്ടത്. ചിലർക്ക് ചില കാര്യങ്ങളോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും അല്ലെ, ചില പ്രത്യേക പ്രിയങ്ങളുണ്ടാവും. അങ്ങനെ ചില അധിക ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാനുള്ള കാലഘട്ടമായിട്ടാണ് നോമ്പ് കാലഘട്ടത്തെ ഞാനും നിങ്ങളും ഒക്കെ സമീപിക്കേണ്ടത്. ചില ഉദാഹരണങ്ങൾ അച്ഛൻ പറയാം. ചായയിൽ മധുരം ഇടാണ്ട് കഴിക്കാൻ പറ്റാത്ത ഒരാള് ഒരു 50 ദിവസത്തേക്കൊന്ന് മധുരം നമുക്കൊന്ന് മാറ്റി വെച്ചാലോ? എപ്പോഴും കോഫി പുറത്തു പോയി കുടിക്കുന്ന ആള് അതൊന്ന് മാറ്റി വെച്ചാലോ? ഒപ്പം ചിലപ്പോൾ കഞ്ഞിയിൽ ഉപ്പിടാണ്ട് ഒരിക്കലും കുടിക്കാൻ പറ്റാത്ത ആളായിരിക്കും, ഒന്ന് 50 ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാലോ? ഷോപ്പിംഗ് ഒരുപാട് ക്രേസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ഒരുപാട് ക്രേസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ക്രേസ് ഉള്ളവരായിരിക്കാം. അതൊക്കെ ഓരോരുത്തർക്കും എന്താണോ കൂടുതലായിട്ട് ഇഷ്ടം, ആ ഇഷ്ടങ്ങളെ ഒന്ന് ബലി കഴിക്കാനുള്ള കാലഘട്ടമായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തെ ഒന്ന് ശ്രമിക്കുക. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തില് 1-ാമത്തെ ലേഖനത്തില് 6-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: നേരത്തെ ചെത്തി മിനുക്കിയ കല്ലുകളായതുകൊണ്ട് ദേവാലയത്തിന് പണിയുടെ സമയത്ത് ഈ മഴുവിന്റെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പള്ളി പണിയാനുള്ള കാലഘട്ടമാണ്, ഒരു ദേവാലയം പണിയാനുള്ള കാലഘട്ടമാണ്, വിശുദ്ധമായ ദേവാലയം. ആ ദേവാലയം പണിയാനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും. അപ്പോൾ ചിലതൊക്കെ കൂർത്തിരിക്കുന്നുണ്ടാവും, ചില വിദ്വേഷത്തിന്റെ, പകയുടെ ഒക്കെ കല്ലുകൾ ഇങ്ങനെ കൂർത്തിരിക്കുന്നുണ്ടാവും. ആ കൂർത്ത് കല്ലുകളൊക്കെ ഒന്ന് മിനുസപ്പെടുത്തേണ്ട, ഒന്ന് പരുവപ്പെടുത്തേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിലൂടെ ആ കല്ലുകളൊക്കെ ഒന്ന് പരുവപ്പെടുത്തി, മിനുസപ്പെടുത്തി വിശുദ്ധമായ ഒരു ദേവാലയം പണിയാൻ നമുക്കും പരിശ്രമിക്കാം. ഈ നോമ്പുകാലം ഏറ്റവും ഫലപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.